എന്താ ഈ പലിശ ഇങ്ങനെ എതിർക്കാൻ കാരണം എന്നറിയോ ഇസ്ലാം? ഒരു മനുഷ്യൻ ഗതികേട് കൊണ്ടാണ് പലിശ കൊടുക്കുക. നിങ്ങളുടെ പേരെന്താ? ജാഫർ. ജാഫർ എന്താ ജോലി ചെയ്യുന്നത്? ഇലക്ട്രീഷ്യനാ, കാറ്ററിംഗ് ആണ്. അപ്പം ഇഫ്താറൊക്കെ ഉണ്ടാവും അല്ലേ? ഇപ്പൊ ഇഫ്താറും കഴിഞ്ഞപ്പോ അത്താഴത്തിന്റെ കാറ്ററിംഗ് ഒക്കെ ഉണ്ടല്ലേ, അത്താഴ പരിപാടിയൊക്കെ ഉണ്ട്. ഇപ്പൊ അത്താഴ പാർട്ടിയൊക്കെ അല്ലേ? ഇഫ്താറിന് തികയണില്ല ബുക്കിംഗ്. അപ്പൊ പിന്നെ ഇഫ്താറിന് വരിന്ന സഹരിക്ക് വരി, അത്താഴത്തിന് വരി എന്ന് പറയും. അപ്പൊ ജാഫർ ഒരു പ്രയാസത്തിലുള്ള സമയം 1000 റുപ്യ കടം തരുമെന്ന് ചോദിക്കുകയാണ്. അദ്ദേഹം പ്രയാസത്തിലാണെന്ന് എനിക്കറിയാം. എന്റെ അടുത്ത് പൈസ ഉണ്ടെങ്കിൽ ഞാൻ ജാഫറിനെ ഒരു മനുഷ്യൻ എന്ന നിലയിൽ, നമ്മുടെ സഹോദരൻ എന്ന നിലയിൽ ഞാൻ പച്ചയായി സഹായിക്കേണ്ട ആളാണ് അല്ലേ? ഞാൻ 1000 ജാഫറിന് കൊടുക്കുന്ന, ജാഫറെ നീ എന്ത് ചെയ്യുക, നിനക്ക് കഴിയുന്ന സമയത്ത് തിരിച്ചു തരണേ, അല്ലെ ഇന്ന സമയത്ത് തിരിച്ചു തരണേ എന്ന് പറഞ്ഞ് ഏൽപ്പിക്കുകയാണ്. ഇത് ചെയ്യേണ്ടതിന് പകരം ജാഫർ കുടുങ്ങിയിട്ടുണ്ട്, അപ്പൊ പിന്നെ ഒരു പണി ചെയ്യാം, എന്നാ ഞാൻ തരാം, എനിക്ക് 1100 തരേണ്ടി വരും. ആയിക്കോട്ടെ, എനിക്ക് ഇപ്പൊ 1000 കിട്ടുക നിർബന്ധം, 1100 അടുത്ത മാസല്ലേ, ഞാൻ തരാം. ഗതികേട് കൊണ്ട് ജാഫർ ഓക്കെ എന്ന് പറയും. അള്ളാഹുവിന്റെ ദീൻ പറയുന്നത് ഒരു മനുഷ്യന്റെ ഗതികേട് നിങ്ങൾ കച്ചവടാക്കരുത്. ഒരു മനുഷ്യൻ കുടുങ്ങിപ്പോയ നേരം ആ മനുഷ്യനെ മനുഷ്യനായി കണ്ട് മനുഷ്യത്വത്തോടുകൂടെ സഹായിക്കുക. അവിടെ നഷ്ടം വരും, അവിടെ ചിലപ്പോൾ ഫ്ലക്ച്വേഷൻ വരും. നിങ്ങൾ കൊടുത്ത പൈസയുടെ മൂല്യം കൂടും കുറയൊക്കെ ചെയ്യും, നോർമലാ. മനുഷ്യൻ എന്ന നിലയിൽ നിങ്ങൾ സഹിച്ചേക്കണം എന്നല്ലാതെ ഒരു മനുഷ്യൻ പ്രയാസപ്പെട്ടെടുത്ത് അവനെ പിടിച്ചു പറിച്ച് നീ എനിക്ക് ഏറെ വേണമെന്ന് അയാളുടെ ദാരിദ്ര്യം നിങ്ങൾ ഒരു ഓപ്പർച്യൂണിറ്റി ആക്കി മാറ്റരുത്. മനുഷ്യത്വം കാണിക്കണമെന്ന് ദീൻ പറയുന്നത്. മനുഷ്യത്വം കാണിക്കണം. ഒരു മനുഷ്യനോട് ചെയ്യേണ്ട മര്യാദയല്ലേ അത്? ദാരിദ്ര്യം കൊണ്ട് കുടുങ്ങിയ ഒരു മനുഷ്യനെ നിങ്ങൾ ബുദ്ധിമുട്ടാക്കുകയാണോ? ഇത് ചെയ്യാൻ പാടില്ല. അത് ചെറുതും വലുതും. അതുകൊണ്ടാണ് ഇത്ര കണിശമായ ശറഅ് പലിശയുടെ വിഷയം പറയാൻ കാരണം. അല്ലാഹു തആല അത്തരം തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാനും പറ്റിപ്പോയത് അള്ളാഹു നമുക്ക് പുറത്തു തന്ന് അള്ളാഹു നമ്മെ സഹായിക്കട്ടെ. അള്ളാഹു പറയുന്ന പോലെ ജീവിക്കാൻ അള്ളാഹു നമ്മെ സഹായിക്കട്ടെ.